അവിയൽ മാഹാത്മ്യം കേൾക്കണോടി മുട്ടൂസി. ഇവിടെ ചോറ് ഞാനിപ്പം കഴിച്ചപ്പോൾ അവിയലുണ്ട്, കുഞ്ഞിത്തോരനുണ്ട്. ഇതുണ്ടോ? ഞാനിവിടെ നിന്നോട് പറയാവേ, എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ നിന്നോട് ഇതൊക്കെ പറയാം, നിനക്ക് ഞാൻ പിന്നെ കോരിക്കൊണ്ട് തരാം. അവിയൽ ചക്കയുള്ള സീസണിൽ ചക്കയവിയൽ വെക്കുവേ. ചക്കയവിയലിൻ്റെ അകത്ത് വേണ്ടത് എന്തൊക്കെയാണെന്നറിയോ? ഉള്ളതൊക്കെ ചേർക്കാം. അവിയലെന്ന് പറയുന്നൊരു ഗുണമുണ്ട്, കിട്ടുന്നതൊക്കെ ചേർക്കാവുന്നതാണ്. പച്ചക്കറിയൊക്കെ ചിലർ പാവയ്ക്ക അവർ ചേർക്കും. ചക്കയവിയലിന് എന്താണ് ചേർക്കുന്നത്? ചക്ക ചുളയെടുക്കാം, ചക്ക മടലെടുക്കാം, ചക്ക കുരു എടുക്കാം. ആ കൂട്ടത്തിൽ ചീര എടുക്കാം, മുരിങ്ങക്കായ എടുക്കാം, വാഴക്കായ എടുക്കാം, പിന്നെ ഉരുളക്കിഴങ്ങ് എടുക്കാം, തക്കാളി, പുളിക്ക് തക്കാളിയും കൂടെ ചേർക്കും. ചിലർ അതിലൊക്കെ ചേർത്തുണ്ടാക്കും. തക്കാളിയും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ തേങ്ങായും എടുത്ത് അരിഞ്ഞ്, കേട്ടോണം നീ ഞാൻ പറയുന്നത്, തേങ്ങായും കൂടെ കൂട്ടി അരിഞ്ഞ് അരച്ച് എടുത്തിട്ട് കരിയേപ്പിലയിട്ട് വാങ്ങി വെച്ച് സ്വല്പം വെളിച്ചെണ്ണയും കൂടി എടുക്കും, ഒഴിക്കും. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വില എന്നതാണെന്നറിയാവോ? 500 രൂപയാണ് കിലോയ്ക്ക്. പോക്കറ്റ് കാലിയാക്കുമെന്നും പറഞ്ഞാൽ ആരും ഇപ്പോൾ ഒഴിക്കൂലെന്നേ. എന്നാലും ഞാൻ കുറച്ചുകൂടെ അടുത്ത് വന്നിരുന്ന് പറയാവേ, ഇല്ലേ നീ കേൾക്കൂലല്ലോ. അങ്ങനെയുള്ള അവിയലുണ്ട്. സദ്യക്ക് അവിയൽ വെക്കുന്നത് അങ്ങനെയൊന്നുമല്ല. സദ്യക്ക് കുമ്പളങ്ങായ, മുരിങ്ങക്കായ, ചീരയ, പിന്നെ ഉള്ളത് കിഴങ്ങ്, തക്കാളിയ, അതെല്ലാം കൂടെ കൂട്ടി അരിഞ്ഞെടുക്കും. ആ കൂട്ടത്തിൽ ഏത്തക്കായ ഒക്കെ പ്രധാനമാണ്. മുരിങ്ങക്കായും ഏത്തക്കായും ഒക്കെ പ്രധാനമായിട്ടിടും. അത് സദ്യക്ക്. ഇത് നാട്ടിലുള്ള അവിയൽ. പിന്നെ ചീരയ്ക്ക് വരുമ്പോൾ നാടൻ അവിയലിൻ്റെ അകത്ത് എന്തൊക്കെ ചേർക്കും? ചിലപ്പം താളുമൊക്കെ ചേർത്തുണ്ടാക്കുക. അവിയലിനൊരു ഗുണമെന്ന് പറഞ്ഞാൽ പോഷകാഹാരം ഇഷ്ടം പോലെ ഉണ്ട്. അത് ആർക്ക് വേണേലും കഴിക്കാം. പച്ചക്കറി വാട്ടി കഴിക്കാൻ പറയുന്നില്ല, അവിയൽ രൂപത്തിലുണ്ടാക്കി കഴിക്കാനാണ് പറയുന്നത്. പിന്നെ ഞാൻ ഇതൊക്കെ കൂട്ടി നിനക്ക് കൊണ്ടുവരാം. ഉണ്ടോ? ഞാനിത് എടുത്തുകൊണ്ട് നിനക്ക് കൊണ്ട് തരാവേ. പിന്നെയോ എന്നിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ വരാം. പിന്നെ ഉള്ളത് കൂഞ്ഞിത്തോരൻ. ആ കൂട്ടത്തിലുള്ളത് നിനക്ക് തരാൻ കൊണ്ടുവരുന്നതിൻ്റെ കൂട്ടത്തിൽ അത് ചക്കയുടെ കൂഞ്ഞി എടുത്ത് അരിഞ്ഞ് അത് വേവിച്ച് നല്ലപോലെ എണ്ണയ്ക്കകത്ത് മസാലയും കൂടെ ചേർത്ത് വഴറ്റി, തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് വഴറ്റി, മസാല തേങ്ങ ചുരണ്ടിയതും എല്ലാം കൂടെ വറുത്തരച്ചിട്ട് ഇളക്കി കടുക് വറുത്തെടുക്കണം. അങ്ങനെ കടുക് വറുക്കുമ്പോൾ കരിയേപ്പിലൊക്കെ ഇട്ട് കടുക് വറുത്തെടുക്കുമ്പം കൂഞ്ഞിത്തോരനായി. ഇത് ചിക്കൻ കറി വെക്കുന്ന പോലെ, ചിക്കൻ തോരൻ വെക്കുന്ന പോലെ ഒക്കെ വെക്കാവേ.